അസ്സലാമു അലൈക്കും. എല്ലാവർക്കും തിരിച്ചറിവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തിരിച്ചറിവിൽ ഒരു അതിഥിയുണ്ട്, റുക്കിയ സുബൈർ. റുക്കിയ സൈക്കോളജിയിൽ MSc ആണ്. അപ്പോൾ തിരിച്ചറിവിലേക്ക് റുക്കിയക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം പേരൻസിന് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും പ്രയാസകരമായ ഒരു സാഹചര്യം. കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ, ടാബ് ഇതൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾ അതിൽ വല്ലാതെ അഡിക്റ്റായി പോകുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും പ്ലസും മൈനസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർക്കായി സൈക്കോളജിയിൽ ഇതിൻ്റെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ പ്ലസുകൾ എന്താണ്, മൈനസ് എന്താണെന്നൊക്കെ റുക്കിയ ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരമായിരുന്നു. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺസും ടാബ്ലറ്റ്സ് ഒക്കെ ഭയങ്കര കൂടുതൽ യൂസേജ് ഉള്ളൊരു സമയമാണ്. അതെ, നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺസും ടാബ്ലറ്റ്സും അല്ലെങ്കിൽ സ്ക്രീൻ ഇല്ലാതെ നമുക്ക് അങ്ങനത്തെ ഒരു സമയം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ബിക്കോസ് പണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ സ്ക്രീൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം നമുക്ക് സ്ക്രീൻ ഇല്ലാതെ തീരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷനും ഇനി അങ്ങോട്ടേക്കുള്ള കാലഘട്ടം മൊത്തം നമ്മൾ സ്ക്രീൻ ആയിരിക്കും, നമ്മള് ഡിപ്പെൻഡന്റ് ആയിരിക്കും സ്ക്രീനായിട്ട്. നമ്മള് കുട്ടികളുടെയും നമ്മളുടെയും നമ്മുടെ ലൈഫിന്റെ മേജർ പാർട്ട് ഓഫ് അവർ ലൈഫ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ സ്ക്രീൻ യൂസേജ്. തീർച്ചയായും മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു മിനിറ്റ് ഇപ്പൊ എനിക്കൊക്കെ പ്രായമായി, എനിക്ക് പോലും അത് പറ്റുന്നില്ല. അപ്പൊ കുട്ടികൾ കൂടുതലും യൂട്യൂബ്, ഗെയിംസ്, മൂവീസ് അതിനായിട്ട് കൂടുതലും എക്സ്പോസ്ഡ് ആയിരിക്കും. പിന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ സ്ക്രീനിന് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ബ്രൈറ്റ് കളേഴ്സ്, മൂവ്മെന്റ്, സൗണ്ട് കൂടുതലും അട്രാക്ട് ചെയ്യിക്കുന്നത് കുട്ടികളുടെ ഏർലി ചൈൽഡ്ഹുഡ്. ആ ഒരു സമയം ഇപ്പം ബർത്ത് മുതൽ ഒരു 7-8 വയസ്സ് വരെയാണ് ഏർലി ചൈൽഡ്ഹുഡ്. അപ്പം ആ സമയത്തൊക്കെ ബ്രെയിൻ നല്ല ക്രിട്ടിക്കലായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം അത് ഷേപ്പായി വരുന്ന ഒരു സമയത്ത് നമ്മൾ സ്ക്രീനായിട്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയി നിൽക്കുമ്പോൾ അത് അവർക്ക് നെഗറ്റീവ്ലി ഇമ്പാക്റ്റും ഉണ്ടാവും, പോസിറ്റീവ്ലിയും ഇമ്പാക്റ്റ് ഉണ്ടാവും. കുട്ടികൾ ഉണ്ടാക്കുന്ന പോസിറ്റീവ് എഫക്ട്സ് കുട്ടികളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മെമ്മറി, കൗണ്ടിങ് സ്കിൽസ്, പിന്നെ ഈ ആൽഫബറ്റ് നമ്മളിങ്ങനെ ABCD അങ്ങനത്തെ, പിന്നെ റൈംസ് അങ്ങനത്തെ ഓരോ, പിന്നെ കുറെ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ, പസിൽസ്, പിന്നെ ഈ കളറിംഗ് ഗെയിംസ് ഒക്കെ ഉണ്ടാവും, പിന്നെ റീഡിങ് അതിൻ്റെതൊക്കെ ആയിട്ടുള്ള ഗെയിംസ്, പിന്നെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ കുറെ ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അത് നല്ല പോസിറ്റീവ് രീതിയിലായിരിക്കും അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുക. കാരണം ഇപ്പം നമ്മളിങ്ങനെ ചില വീഡിയോസ് ഉണ്ടാവും, കൗണ്ടിങ് മ്യൂസിക് വീഡിയോസോ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കൂടെ കുട്ടികൾക്ക് പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന സമയത്ത് ഇങ്ങനത്തെ ഒക്കെ എക്സ്പോസ്ഡ് ആണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. 1 കഴിഞ്ഞിട്ട് എന്താ 2, പിന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ അവർ പറയും. പിന്നെ കുട്ടികളിൽ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ കൂടുതൽ കൂട്ടാൻ പറ്റും. ഇന്ററാക്റ്റീവ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, ഇപ്പൊ ഡ്രോയിങ്ങിൻ്റെത്, കളറിങ്ങിൻ്റെത്. അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ വിദേശത്തൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് നാട്ടിലുള്ള ഫാമിലി, അപ്പൂപ്പൻ, അമ്മൂമ്മ, ആന്റി, അങ്കിൾ, ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അതൊക്കെ ഒരു പ്ലസ് അല്ലേ? അതെ, സോഷ്യൽ കണക്ഷൻസ് കുറച്ചും കൂടെ കൂടും. കാരണം ഇപ്പം കുട്ടികൾ അബ്രോഡാണ്, പാരന്റ്സ് അല്ല ഇപ്പൊ ഗ്രാൻഡ് പാരന്റ്സ് അവരൊക്കെ വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ കണക്ഷൻ ബിൽഡ് ആവുക ഈ വീഡിയോ കോൾസ് ത്രൂ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വീഡിയോ കോൾസ് ഇല്ല എന്നാണെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു സോഷ്യൽ കണക്ഷൻ വിട്ടു. അതെ, അത് കുറച്ച് കുറവായിരിക്കും. അപ്പം ഇതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ഏജ് ആയതുകൊണ്ട് അവർക്ക് അവരുടെ എഡ്യൂക്കേഷണൽ ഇതിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്ന എന്നുമാണ്, ആ ഒരു കൺട്രോൾഡ് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതെ, അതിപ്പം കൂടുതൽ ഭയങ്കരമായിട്ട് തീരെ കൺട്രോൾ ഇല്ലാത്ത ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ക്രീൻ ടൈം ഇല്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മള് കൂടുതലും ഇപ്പം ബിസി ഷെഡ്യൂൾസ് ആണല്ലോ ഇപ്പം പാരന്റ്സിന് മൊത്തമായിട്ട്. അപ്പം പാരന്റ്സിന്റെ പ്രഷർ അല്ലെങ്കിൽ വർക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടി കരയുന്ന സമയത്ത് ചിലപ്പോൾ ഫോൺ എടുത്ത് കൊടുക്കും. അതെ, പേരന്റ്സിന് എന്തെങ്കിലും വർക്ക് ഉണ്ടാവും, ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ആണ് അവർക്ക് നോട്ട്സ് എഴുതാനുണ്ടാവും. മൊബൈൽ അങ്ങ് കൊടുത്താൽ പിന്നെ കുട്ടി അതുകൊണ്ട് കളിച്ചോളൂ, തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ അതിന്റെ അപകടങ്ങളാണ് കൂടുതലും. അതെന്തൊക്കെയാണ് അതിന്റെ എന്താ പറയാ, അതിന്റെ ഇമ്പാക്ട്സ്, അതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ്? അതിന് കൂടുതലും നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്. അതിപ്പം കൺട്രോൾഡ് ആയിട്ടല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റൻഷൻ കുറവായിരിക്കും, കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അപ്പം ഇപ്പം നമ്മളിപ്പം സ്ക്രീൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് അവർക്കത് തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. ഒരു ആക്ടിവിറ്റിന് ഫുൾ ആയിട്ടുള്ള ഒരു അറ്റൻഷൻ കൊടുത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് മാറും. അപ്പം അറ്റൻഷൻ വളരെ കുറവായിരിക്കും. സ്ക്രീൻ ഭയങ്കര എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനെ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. ഫാസ്റ്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും, ഇപ്പം ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സൗണ്ട്, പിന്നെ ഇപ്പം മൂവ്മെന്റ് ഒക്കെ പെട്ടെന്നുള്ള വീഡിയോസ് ആണ് ഇപ്പം കൂടുതലും ഉള്ളത്. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി ആണ് അത് ഇമ്പാക്ട് ചെയ്യുക. നമുക്ക് തന്നെ വളരെ എക്സൈലിട്ടാണ് നമ്മൾ ഓഡിയോ ഒക്കെ കേൾക്കുക. അതെ, പ്രായമുള്ളവർക്ക് തന്നെ, പിന്നെ കുട്ടികളുടെ കാര്യം പറയണ്ട. നമ്മൾ തന്നെ ഇപ്പൊ ഒരു 30 സെക്കൻഡ് റീൽ ആണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് ഈ ഒരു ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് ഇരുന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തിടുക്കായിരിക്കും. അതിനേക്കാളും തിടുക്കായിരിക്കും കുട്ടികൾക്ക്. അതെ, പിന്നെ റിയൽ സ്ലോ വേൾഡിൽ പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ നോർമൽ നമ്മള് പണ്ടൊക്കെ കളിക്കുന്ന പോലെ ഈ ഹൈഡ് ആൻഡ് സീക്ക് അങ്ങനത്തെ ഒന്നും അവർക്ക് പെട്ടെന്ന് ഇഷ്ടാവാൻ കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഒരു അപകടമുണ്ട്. കംപ്ലീറ്റ് മൊബൈൽ ഫോണൊന്നും കുട്ടികളെ അകറ്റി നിർത്തുക പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. അല്ല, നമുക്കും പറ്റില്ല. അതെ, നമ്മൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക, കുട്ടികളോട് അത് നോക്കരുത് എന്ന് പറഞ്ഞാൽ അത് ശരി വർക്കൗട്ട് ആവില്ല. കുട്ടികൾ ഒബ്സർവേഷനും പിന്നെ ഇമിറ്റേഷൻ വഴിയാണ് ഓരോന്ന് പഠിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നത് അതാണ് കുട്ടികൾക്കും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ലെസൺ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അത് തന്നെ കുട്ടിയും കോപ്പി ചെയ്യാം. നമ്മളിപ്പോ ഫോണിൽ തന്നെ ആണെങ്കിൽ കുട്ടിയും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഫോണിൽ തന്നെ ആയിരിക്കും. നമ്മൾ എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് ചില കുട്ടികള് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടായിരിക്കും അവരും നടക്കുക. നമ്മൾ പാരന്റ്സ് സാധാരണ ചെയ്യുക, നമ്മൾ മൊബൈൽ നോക്കും, കുട്ടികൾ വരുമ്പോ നമ്മളവിടെ മാറ്റി വെക്കും. അപ്പൊ കുട്ടികൾ അതും പഠിക്കും. അതെ, പിന്നെ വേറൊരു നെഗറ്റീവ് ഇത് എന്താന്ന് വെച്ചാല് സോഷ്യൽ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഇപ്പം നമ്മൾ ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ കുറവായിരിക്കും, പിന്നെ ഈ ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ വരികയാണെങ്കിൽ നമ്മളടുത്ത് വന്ന് പറയണമെന്നില്ല. ബിക്കോസ് അവര് ഓവർലി ഡിപ്പെൻഡന്റ് ആകുമ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ അപ്പൊ പിന്നെ നമ്മളിപ്പോ സ്ക്രീൻ മാറ്റി വെച്ചാലും അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർ ഭയങ്കര ഇമോഷണൽ ടാൻട്രംസ് ഉണ്ടാവും, പേഷ്യൻസ് തീരെ ഉണ്ടാവില്ല, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ഒക്കെ ആവും. പിന്നെ ചില കുട്ടികൾക്കൊക്കെ ലാംഗ്വേജും സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ടാവും, സംസാരവും കാര്യങ്ങളും. ഇപ്പം നമ്മൾ കേട്ടിട്ട് ഇപ്പം ലിസണിങ് റെസ്പോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. ബിക്കോസ് അവർക്ക് അറ്റൻഷൻ കുറവാകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വളരെ പൂറായിരിക്കും. ഏത് കാലഘട്ടത്തിലായാലും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം മാതാപിതാക്കളായിട്ട് കളിക്കാനാണ്. അതായത് കളിക്കാൻ മാത്രമല്ല, ആ ഒരു ഹഗ്ഗിങ്, ശരിക്കും ഈ ശരീരത്തോട് ചേരുന്ന അത് വല്ലാത്തൊരു, അത് വേറൊരു മേഖലയാണ് അല്ലെ സൈക്കോളജിയിൽ. സ്കിൻ ടച്ച് അത് ഭയങ്കര, കുട്ടികൾക്കായാലും വലിയവർക്ക് ആർക്കായാലും. ഇപ്പൊ നമ്മള് കൂടുതൽ സങ്കടം വരുമ്പോ നമ്മൾ കെട്ടിപ്പിടിക്കുക, കൂടുതൽ സന്തോഷം വരുമ്പോൾ കെട്ടിപ്പിടിക്കുക. അപ്പൊ കുട്ടികളെ ആ ഒരു ഹഗ്ഗിങ്, കുട്ടികളോട് കളിക്കുന്ന കുട്ടികൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, അത് നമ്മൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ നമ്മൾ പാരന്റ്സ് അത് കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കണം. അങ്ങനത്തെ ഒരു ഫ്രീഡം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഒരു പ്രയാസം, ഒരു സങ്കടമായാലും സന്തോഷമായാലും കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുമ്പോൾ വാട്ടെവർ പ്ലസ് ഓർ മൈനസ് നമ്മളോട് ഓടി വന്ന് നമ്മളോട് പറയണം. അത് അന്നേരം കുട്ടികൾ വിഷമം ഉണ്ടാകുമ്പോൾ അവര് സ്ക്രീനോട് ചോദിക്കുന്ന അവസ്ഥ അപ്പം അവിടെ അപ്പം പാരന്റ്സിന്റെ അടുത്ത് അവർക്ക് ആ ഒരു ഓപ്പൺ സംഭവം ഇല്ല എന്നുള്ളതായിരിക്കും കൂടുതലും കാണപ്പെടുക. ഇനി നമ്മളിപ്പോ ഇതൊരു വലിയ വിഷയമാണ്, നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു പോകാനാണ് വിചാരിക്കുന്നത്. എന്താണ് നമ്മളെ ഒരു പരിഹാരം എന്നുള്ള നിലക്കല്ല, പാരന്റ്സിന് ഇക്കാര്യത്തിൽ കുട്ടികൾ കൂടുതൽ അപകടത്തിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ഇപ്പം ഫോൺ കൂടുതൽ എക്സസീവ് യൂസ് ആണെങ്കിൽ അവർക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാം. ഇപ്പം നമ്മള് ഫോണ് പെട്ടെന്ന് മാറ്റി വെച്ചാൽ, അല്ലെങ്കിൽ അവരെ പണിഷ്മെന്റ് കൊടുത്തിട്ടോ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്താല് നമ്മളിങ്ങനെ വഴക്ക് പറയാ, അങ്ങനൊന്നും അല്ലാതെ ഇപ്പൊ കുട്ടികൾ ഇപ്പം പുറത്തുപോയി കളിക്കുകയാണ്, അപ്പൊ അത് നമ്മൾ പ്രൈസ് ചെയ്യാം. ഓക്കെ, അപ്രിസിയേഷൻ കൊടുക്കുക. നമ്മള് നല്ല പ്രൈസ് ചെയ്തിട്ട് അവർക്ക് എന്താണ് ഇഷ്ടം, ടോക്കൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ്സ് കൊടുക്കുക. അവർക്ക് കുട്ടികൾക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പുറത്തു പോയി കളിച്ച്, അല്ലെങ്കിൽ സ്ക്രീൻ യൂസ് ചെയ്യാതെ എന്ത് ആക്ടിവിറ്റി ചെയ്യുന്നത് അതിനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടീച്ചർ ഈ സ്റ്റാർ കൊടുക്കുന്ന മാതിരി, അതെ, അങ്ങനത്തെ സ്റ്റാർ കിട്ടി. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ്സും പിന്നെ അവർക്ക് തന്നെ തോന്നും. അതിന് വേണ്ടിയിട്ട് അവര് സ്ക്രീൻ യൂസ് ചെയ്യും. അപ്പൊ ഗ്രാജുവലി കുറഞ്ഞു വരും. പിന്നെ കുട്ടികൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണല്ലോ വളരുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് അവരും ചെയ്യുക. അപ്പൊ നമ്മള് സ്ക്രീൻ എത്രത്തോളം കുറയ്ക്കുന്നു
അത്രത്തോളം അവരുടെ യൂസേജും കുറയും. പിന്നെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരും. ഇപ്പം പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് ഇനി നിനക്ക് ഫോൺ ഇല്ല അങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടിക്ക് അത് തീരെ മനസ്സിലാക്കാനും പറ്റില്ല. അവർക്ക് അത് ഉൾക്കൊള്ളാനാവില്ല. അതെ. അപ്പൊ അതിന്റെ എന്തിനാണ് ഇത് പറയുന്നത് മനസ്സിലാക്കാതെ അവർ രക്ഷിതാക്കളെ ശത്രുക്കളെ പോലെ കാണും. അതെ. അപ്പം അതിലും നല്ലത് നമ്മൾ അവരെ മനസ്സിലാക്കുക. പിന്നെ മെല്ലെ മെല്ലെ സ്ക്രീന് കുറച്ച് കൊണ്ടുവരിക. സ്ക്രീൻ ടൈം വെക്കുക. ഇപ്പം ഡെയിലി 1 hour സ്ക്രീൻ ടൈം വെക്കുക. എന്നിട്ട് പക്ഷെ അതെന്താണെന്നുള്ളതും കുറച്ചുകൂടെ കൺട്രോൾഡ് ആയിരിക്കണം. ഇപ്പം എഡ്യൂക്കേഷണൽ ആണെങ്കിൽ അങ്ങനെ, ഗെയിംസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മൂവീസ് ആണെങ്കിൽ അങ്ങനെ. അപ്പം അത് കുറച്ച് കൺട്രോൾഡ് ആയിട്ട് 1 hour ഇപ്പം ഡെയിലി എത്ര ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതുപോലെ കുറച്ച് ബൗണ്ടറീസ് വെക്കുക. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാരും ഇരിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ പാടില്ല. പിന്നെ ബെഡ് ടൈം, ഉറങ്ങാൻ പോകുന്നതിന്റെ മുന്നേ നോ സ്ക്രീൻ ടൈം ആയിരിക്കണം. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതല്ലാതെ നമ്മൾ കുട്ടികളിലും അത് ആക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ക്രീൻ ടൈം വളരെ കുറയും. ഇങ്ങനെയാണ് അവർക്ക് സ്ക്രീൻ ടൈമിങ് കുറയ്ക്കാൻ പറ്റുക. നമ്മള് എന്താണ് അവരുടെ നല്ലതിന് വേണ്ടിട്ട് പെട്ടെന്നില്ല നിനക്ക് ഇനി ഫോൺ തരില്ല, പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായിട്ട് എക്സസീവ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടീന്റെ അടുത്ത് നാളെ ഒരു നിനക്ക് ഫോണില്ലാന്ന് പറയുമ്പോൾ അവർക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റൂല. ഡെയിലി ഒരു ഫിക്സ്ഡ് ടൈം, സ്ക്രീൻ ടൈം ഫിക്സ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇതിന്റെ അപകടങ്ങളൊന്നും പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവുകയില്ല. ഇല്ല, അവർക്ക് മനസ്സിലാവും. അവർക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏജ് അല്ല. അപ്പം ചെറിയ രീതിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ മെല്ലെ മെല്ലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ രക്ഷിതാക്കൾ അവരുമായിട്ട് കളിക്കാനും സമയം കണ്ടെത്തുക. അതാണ് പഴയ കാലത്തിലേക്ക് തിരിച്ചു പോവുക. പക്ഷെ ഇപ്പൊ തീരെ സ്ക്രീൻ ഇല്ലാതെ അവർക്ക് അവരുടെ കൂടെയുള്ള കുട്ടികൾ ഇപ്പൊ സ്കൂളിൽ പോവാണെങ്കിൽ അവരുടെ കൂടെയുള്ള കുട്ടികളൊക്കെ കൂടുതലും സ്ക്രീൻ യൂസ് ചെയ്ത് വരുന്ന കുട്ടികളായിരിക്കും. അപ്പം അവരുടെ അടുത്ത്, ആ കുട്ടികളുടെ അടുത്ത് ഇപ്പം ഈ കുട്ടിക്ക് ഇപ്പൊ തീരെ സ്ക്രീൻ ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഔട്ട് ആ ഒരു ഇതാവും. ഫ്രണ്ട്സ് അങ്ങനെ കൂട്ടത്ത് കൂട്ടാത്ത അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആവും. അതെ അതെ, നമ്മളെ സമയം ഇവിടെ വിചാരിച്ചതിൽ അല്പസമയം കൂടിപ്പോയി. ഏതായാലും ഇതുപോലുള്ള ഒരുപാട് നമ്മൾ ഈ ഫാമിലി ലൈഫുകളൊക്കെ പലരും പല പ്രശ്നങ്ങളും, ഇപ്പോൾ ഈ പ്രായമായവര് മക്കള്, അതുപോലെ തന്നെ ഈ നമ്മൾ സാധാരണ കേൾക്കുന്ന നാത്തൂൻ പ്രശ്നങ്ങൾ, അമ്മായിയമ്മ പ്രശ്നങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ഭാര്യ ഭർത്താവ്, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ സൈക്കോളജിക്കലായിട്ട് ശാസ്ത്രീയമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ള പ്രേക്ഷകരുണ്ടാവും. അപ്പൊ ഇനിയും പിന്നെ ഇതുപോലെ നമ്മൾ തിരിച്ചറിവ് റുക്യാനെ ക്ഷണിച്ചാൽ ഇതുപോലെ ഇനിയും വരാമല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതുവരെ ഞങ്ങളെ ശ്രമിച്ച പ്രേക്ഷകർക്ക് നന്ദി പറയാണ്. അസ്സലാമു അലൈക്കും, താങ്ക് യു.